ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവകാർത്തികേയൻ, ജയൻ രവി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്കർ സംവിധാനം ചെയ്തു വന്ന പരാശക്തി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായതായി ഇപ്പോൾ മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. 2026 ജനുവരി 14 തീയതിയാണ് പരാശക്തി റിലീസിനെത്തുക. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ റീസെന്റ് ആയി തിയേറ്റർ റിലീസ് ചെയ്ത കരം എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. 25 കോടി രൂപയോളം ബഡ്ജറ്റിൽ വന്ന കരത്തിന് 5 കോടി രൂപയ്ക്കും താഴെ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനെ സ്വന്തമാക്കാൻ സാധിച്ചത്. കരം ഇപ്പോൾ ഓൾ ടൈം ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞു. പ്രഭാസിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി സിനിമകളുടെ റീമാസ്റ്റർ വേർഷനായ ബാഹുബലി ദ എപ്പിക് റിലീസിനൊരുങ്ങുന്നു. ബാഹുബലി സിനിമകളിലെ ചില സീനുകൾ കട്ട് ചെയ്തും പുതുതായി ചില സീനുകൾ ആഡ് ചെയ്തുമാണ് ബാഹുബലി എപ്പിക് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ചിത്രത്തിന്റെ ഓൺലൈൻ പ്രൊമോഷനെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 31 ബാഹുബലി ദ എപ്പിക് തിയേറ്ററുകളിലേക്ക് എത്തും. ആസിഫ് അലി നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയായിരുന്നു ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ വിജയമാവാതെ പോയ ആഭ്യന്തര കുറ്റവാളി ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. C5 ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 17 തീയതി ആഭ്യന്തര കുറ്റവാളി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മഹേഷിന്റെ പ്രതികാരം, ജോജി, തൊണ്ടിമുതലും, ദൃക്സാക്ഷിയും എന്നീ മൂന്ന് സിനിമകളുടെ വമ്പൻ വിജയങ്ങൾക്ക് ശേഷം ദിലീഷ് പോത്തൻ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ശ്യാം പുഷ്കരൻ തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടനാണ് നായകവേഷത്തിലെത്തുക. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം തുടരും സിനിമ പോലെ തന്നെ ഒരു ഫാമിലി ത്രില്ലർ സിനിമ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ലാലേട്ടനും ദിലീഷ് പോത്തനും ഒന്നിക്കുന്നത്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ 2026 തുടക്കത്തിൽ തന്നെ ആരംഭിക്കും. തെലുങ്കിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മിറൈ എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മിറയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 10 തീയതി മിറൈ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. രാക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു വിശാൽ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു സൈക്കോ ത്രില്ലർ ചിത്രമാണ് ആര്യൻ. നവാഗത സംവിധായകനായ പ്രവീൺ കെ സംവിധാനം ചെയ്തിരിക്കുന്ന ആര്യനിൽ വിഷ്ണു വിശാലിനൊപ്പം ശ്രദ്ധ ശ്രീനാഥ്, സെൽവരാഘവൻ, യോഗി ബാബു തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. ഈ വരുന്ന ഒക്ടോബർ 31 തീയതി ആര്യൻ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തു വരുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം ചിത്രമായ ദൃശ്യം 3യുടെ ഷൂട്ട് നിലവിൽ ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നു വരികയാണ്. ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ദൃശ്യം 3 അപ്ഡേറ്റ് എന്തെന്നാൽ ചിത്രത്തിന്റെ ഒരു ടീസർ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നും വരുന്ന നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ ദൃശ്യം 3യുടെ ടീസർ പുറത്തിറക്കി ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് ദൃശ്യം 3 നിർമ്മിക്കുക. 96, മെയ്യഴകൻ എന്നീ സിനിമകൾക്ക് ശേഷം സംവിധായകൻ പ്രേംകുമാർ ഫഹദ് ഫാസിലിനെ നായകനാക്കി പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. പൂർണ്ണമായും ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് വേൽസ് ഫിലിംസ് ഇന്റർനാഷണൽ ആണ്. വരുന്ന ദീപാവലി ദിനത്തിൽ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. പോർത്തൊഴിൽ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ വിഘ്നേഷ് രാജ ധനുഷിനെ നായകനാക്കി സംവിധാനം ചെയ്തു വരുന്ന D54 എന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന D54ൽ ധനുഷിനൊപ്പം മമിത ബൈജു, ജയറാം, സുരാജ് വെഞ്ഞാറമൂട്, KS രവികുമാർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും. 2026 ഫെബ്രുവരി മാസമാണ് D54 റിലീസിനെത്തുക. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനത്തിനും മറ്റ് അപ്ഡേറ്റുകൾക്കുമായി. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ വേട്ടയൻ എന്ന സിനിമയ്ക്ക് ശേഷം TJ ജ്ഞാനവേൽ ഒരു ക്രൈം ത്രില്ലർ സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു എന്നൊരു ന്യൂസ് കുറച്ചു നാൾ മുമ്പ് പുറത്തു വന്നിരുന്നു. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനായിരിക്കും ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുകയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ TJ ജ്ഞാനവേൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്നാൽ ലാലേട്ടനെ മനസ്സിൽ കണ്ടാണ് താൻ സ്ക്രിപ്റ്റ് റെഡിയാക്കിയതെന്നും അതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനൊപ്പം ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇഷ്യൂസിൽ ചില മാറ്റങ്ങൾ വന്നത് കാരണം ആ ഒരു പ്രോജക്റ്റിൽ നിന്നും മോഹൻലാൽ പിന്മാറി. പിന്നീട് ആ ഒരു റോൾ ചെയ്യാൻ തമിഴ് താരം സത്യരാജിനെ താൻ തിരഞ്ഞെടുത്തെന്നുമാണ് TJ ജ്ഞാനവേൽ പറഞ്ഞിരിക്കുന്നത്. കന്നഡത്തിൽ നിന്നും പുറത്തു വന്ന കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ റിലീസിനെത്തിയ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 14 കോടി രൂപയോളവും ലോകമെമ്പാടു നിന്നും 200 കോടി കളക്ഷനിലേക്കും കാന്താര ചാപ്റ്റർ 1 എത്തപ്പെട്ടിട്ടുണ്ട്. KGF ചാപ്റ്റർ 2 ശേഷം ഏറ്റവും വേഗത്തിൽ 200 കോടി കളക്ഷൻ നേടുന്ന കന്നഡ സിനിമയായും കാന്താര ചാപ്റ്റർ 1 മാറിക്കഴിഞ്ഞു. ഷെയ്ൻ നിഗം നായകനായിട്ടെത്തിയ ബൾട്ടി എന്ന ചിത്രത്തിന്റെ 9 ദിവസത്തെ കേരള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ബൾട്ടി 7 കോടി 20 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ധനുഷ് നായകനായും സംവിധായകനായും തിയേറ്ററുകളിലേക്ക് എത്തിയ ഇഡ്ലിക്കട എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 60 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 50 കോടിക്കും മുകളിൽ ഒരു കളക്ഷനിലേക്കും ഇഡ്ലിക്കട എത്തപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് 42 കോടി രൂപ നൽകി സ്വന്തമാക്കിയെന്നും ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 38 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 38 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 118 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 297 കോടി രൂപയും ലോക ചാപ്റ്റർ 1 ചന്ദ്ര സ്വന്തമാക്കി കഴിഞ്ഞു. അത് മാത്രവുമല്ല, കേരളത്തിൽ തുടരും സിനിമയുടെ കളക്ഷൻ നാളെ ഞായറാഴ്ചത്തെ കളക്ഷനോടുകൂടി ലോക ചാപ്റ്റർ 1 ചന്ദ്ര മറികടക്കുമെന്നും നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി ലോകയുടെ മുന്നിലുള്ള നേട്ടം എന്നത് മലയാളത്തിലെ ആദ്യ 300 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കുക എന്നത് മാത്രമാണ്.
സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. നിലവിൽ ഇന്നലെ മുതൽ ഒറ്റക്കൊമ്പന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം പാലായിലും പരിസര പ്രദേശങ്ങളുമായി വെച്ച് ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയും കബീർ ദുഹാൻ സിംഗും ചേർന്നുള്ള ഒരു ആക്ഷൻ രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഏകദേശം 10 ദിവസത്തോളം നീണ്ട ചിത്രീകരണം പാലായിൽ ഒറ്റക്കൊമ്പൻ ഉണ്ടാവും. ഓൾറെഡി പാലായിൽ ഇതിനു മുമ്പ് ഒറ്റക്കൊമ്പന്റെ ഷൂട്ട് 1 മാസം മുമ്പ് നടന്നിരുന്നു. ഇനിയും ടോട്ടലി 30 ദിവസത്തോളം ചിത്രീകരണം ബാക്കിയുള്ള ഒറ്റക്കൊമ്പൻ 2026 മാർച്ച് മാസമാവും തിയേറ്ററുകളിലേക്ക് എത്തുക.